ഹലോ മച്ചന്മാരെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ കൊല്ലത്തിന്റെ സ്വന്തമായ വാടി കടപ്പുറമാണ് കേട്ടോ. ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ് വാടി കടപ്പുറം, ചെങ്കലവ. ഏറ്റവും കൂടുതൽ വന്നത് കണവയാണ് കേട്ടോ. കണവ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. വലിയ ചെറിയ കണവയൊന്നുമല്ല, വലിയ കണവ. അവിടെ അന്നേരം കുറച്ച് മീൻ പിടിക്കുന്ന പിള്ളേരെ കണ്ട്, തമിഴൻ പിള്ളേരെ. അവര് മീൻ പിടിച്ചോണ്ടിരിക്കും. അവര് മീൻ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നടുവില് മീനൊക്കെ ആയിരുന്നു. പാര പാര അങ്ങനെ പാര അതിന്റെ പേര്. അപ്പൊ ചോദിച്ചപ്പം അവര് ഇത് പിടിച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും കേട്ടോ. ഞാൻ വിചാരിച്ച് വീട്ടിൽ കൊണ്ട് കറി വെക്കാൻ വല്ലതായിരിക്കും, പക്ഷെ അതല്ല, ഇവിടെ കൊണ്ട് വിൽക്കും. വിറ്റിട്ട് അവര് 100 രൂപ 150 രൂപ ഓരോ സൈസ് അനുസരിച്ച് അവർ വിറ്റുകൊണ്ടിരിക്കും. കൊള്ള സംഭവം. ആ സമയത്ത് മഴ പെയ്തു. മഴ ചെയ്തപ്പോൾ അമ്മ ചെറുതായിട്ട് കയറി, പക്ഷെ എന്നാലും അമ്മ മീൻ പിടുത്തം നിർത്തുന്നില്ല കേട്ടോ. നമ്മള് മഴയാണെന്ന് പറഞ്ഞ് നമ്മള് ഓടി കരക്കി കയറിയാനായിരുന്നു. അമ്മ മീൻ പിടുത്തം നിർത്താതെ രാവിലോട്ട് വൈകുന്നേരം വരെ വെള്ളത്തിൽ കിടക്കുവാണ്. കാലൊക്കെ ഒരു പരുവാകും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. പണ്ടൊക്കെ നമ്മൾ ചൂണ്ടിടാൻ പോയിട്ടുണ്ടല്ലോ. ചൂണ്ടിടാൻ പോയ ആൾക്കാർക്ക് അറിയാം, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാലൊക്കെ ഒരുമാതിരി വെള്ള പോലായി. നല്ല സൈസിലെ സാധനമുണ്ട് ഇപ്പൊ കിട്ടിയത് കേട്ടോ. അടിപൊളി സാധനം. പിന്നെ അവിടെ ഒരു കാര്യമുണ്ട്, ഉലുവയ്ക്ക് നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 110 രൂപ ഉള്ളായിരുന്നു ഉലുവയ്ക്കൊക്കെ. താമത്തെ ഞാൻ വേണ്ട, ഉലുവൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ മേടിച്ചോണ്ട് വരായിരുന്നു. ചെങ്കലവ വേണമെന്നും പറഞ്ഞത്, ചെങ്കലവ അല്ലെങ്കിൽ ചൂരയോ കണവ. എന്തായാലും ഈ സൈസ് കണവ എന്റെ പോന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമോ. അന്യായ കണവ. ഈ കണവയുടെ നല്ല അകത്തോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, അതിനൊരു ചുവന്ന ചുമന്ന കട അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം. അതെന്ന് വെച്ചാൽ പിടയ്ക്കോ അത് കിടന്ന്. ഇതിന്റെ പേരെന്താ ചോദിച്ചപ്പോ അവരെ പോലും അറിഞ്ഞോട്ടോ എന്തുവാന്ന് കേട്ടോ. അവരെന്നെ നോക്കി കളിയാക്കുന്നു, എന്തുവാന്ന് അവനറിയത്തില്ല. ഞാൻ ഈ കണവ ഞാൻ കാണിക്കാം. സൂം ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ കാണിക്കാം, ഒരു മിനിറ്റ്. ഈ കണവ എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ പള്ളക്ക് കണ്ടോ കിടന്ന് കറങ്ങുന്നുണ്ടോ. പച്ച നല്ല ഫ്രഷ് സാധനം ഇത് സാധനം കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ ഒരു അസുഖം വരത്തില്ല. നമ്മൾ ഈ ഐസിട്ട മീനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ദിവസം മീൻ അവിടെ കഴിച്ചാണ്ടല്ലോ നമ്മളങ്ങോട്ട് പയറ് മലയോടെ നടക്കും. കണ്ടാ കണ്ട 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 അടിയ നൊരുപ്പ് സാധനം സാധനം. ദൈവമേ, ഇതൊക്കെ നമുക്ക് കിട്ടുമോ? നമ്മളെ അടുത്തൊക്കെ കിട്ടുന്നത് ഉള്ള ഐസിലിട്ടതും പൗഡർ അടിച്ച മീനും ഇതൊക്കെ. അല്ല പിന്നെ അത്രയും ദൂരം പോകണം. ഇവിടെ ഏതാണ്ട് 30 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ദിവസം പോകാമായിരുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോകാമായിരുന്നു. അല്ലെ പോയി മേടിക്കരുത്. ഇത് രാവിലെയൊക്കെ എണ്ണിച്ച് അങ്ങനെ പണിയില്ലാത്തപ്പോഴൊക്കെ പോകാം. നമുക്ക് പണിയില്ലെങ്കിൽ അല്ലേ പിന്നെ അത്രയും ദൂരമൊക്കെ പോകണ്ടേ. അതാണ് മടിക്കുന്നത്. നല്ലൊരു അന്തരീക്ഷം അവിടെ. അവിടുത്തെ ആൾക്കാർക്ക് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഞാൻ അവിടെ സൈഡിൽ മാറിയിരുന്നത് കേട്ടോ. ഇരിക്കാൻ ഈ കാലങ്ങ് വൈകുന്നേരം വരെ ഉച്ചയായി അവിടെ ചെന്ന്. ഉച്ചയല്ല 3 മണിയായി ഇറങ്ങിയപ്പോ. അതുവരെ അവിടെ നിൽക്കുമായിരുന്നു. ഇന്ന് കാലം കഴിച്ച് എന്റെ കൂടെ നിൽക്കുന്ന ആളത്തെ ഞാൻ പറയാം, വീട്ടിൽ പോവാന്ന് വീടുണ്ടായോ. പിന്നെ ഞാൻ മാറി സൈഡിലോട്ട് മാറിയിരുന്നു. അവിടെ നിന്നപ്പോ വേറെ താഴെ ഇരിക്കാനായിട്ട് പോയപ്പോ അവിടുത്തെ വേറെ ചേട്ടൻ വന്നിട്ട് മോളെ മേളിരിക്കും, മഴ പെയ്യുന്നു. അപ്പൊ അവിടെ നല്ല സ്നേഹമുള്ള. ഇന്നത്തെ വീഡിയോ ചെയ്യുള്ളൂ. ഓക്കെ, ബൈ, സി യു.